നമസ്കാരം. ഇത് 2018 മോഡൽ ടാറ്റ ടിഗോർ XZ പെട്രോൾ മോഡലാണ്. ഇതിപ്പോൾ 7 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. 7 വർഷവും 9 മാസവുമായി. എങ്കിലും ഒരു 7 വർഷത്തെ ഇതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ വണ്ടി യാതൊരുവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇത് നല്ല ഡ്രൈവിംഗ് സുഖവും നല്ല യാത്രാസുഖവും നൽകുന്ന ഒരു വണ്ടിയാണ്. അതുപോലെ ഹൈവേയിൽ 20 കിലോമീറ്ററിന് മേൽ പലപ്പോഴും മൈലേജ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ സാധാരണ പട്ടണങ്ങളും അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ 14 മുതൽ 16 വരെ കിലോമീറ്ററാണ് അങ്ങേയറ്റം ഇതിന് ലഭിച്ചിരിക്കുന്ന മൈലേജ്. അത് മിക്ക വണ്ടികൾക്കും അത്രയോ ലഭിക്കാറുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. 4 സ്റ്റാർ റേറ്റിങ്ങും നല്ല ഒന്നാം തരം ബിൽഡ് ക്വാളിറ്റിയുമുള്ള വണ്ടിയാണിത്. മനോഹരമായ 2 ഫോഗ് ലാമ്പുകൾ പിൻവശത്ത് കൊടുത്തിരിക്കുന്നു. അതുപോലെ സ്മോക്ക്ഡ് ഹെഡ് ലാമ്പാണ് ഇതിനുള്ളത്. ഭംഗിയുള്ള അലോയ് വീലുകളാണ് നൽകിയിരിക്കുന്നത്. റിയർ വ്യൂ മിററിൽ ORVM നൽകിയിട്ടുണ്ട്. ഹൈവേകളിൽ 20-ന് മേൽ മൈലേജ് കിട്ടാറുണ്ട്. എന്നാൽ അല്ലാതുള്ള പട്ടണങ്ങളുള്ള സ്ഥലങ്ങളിലും മറ്റും ഒരു 16 കിലോമീറ്റർ വരെയൊക്കെ അങ്ങേയറ്റം മൈലേജ് കിട്ടാറുള്ളൂ. ഫോളോ മീ ഹെഡ് ലാമ്പാണ് ഇതിനുള്ളത്. റിയർ വ്യൂ മിറർ അകത്തു നിന്നും ഇലക്ട്രോണിക്കലി മടക്കാവുന്ന സംവിധാനമില്ല. അത് അന്നത്തെ പല വണ്ടികൾക്കും ഇല്ലാഞ്ഞതാണ്. അതുകൊണ്ടായിരിക്കാം ഇല്ലാഞ്ഞത്. എങ്കിലും ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇലക്ട്രോണിക് സംവിധാനം ഇതിലുമുണ്ട്. പവർ വിൻഡോ സ്വിച്ചുകൾ ഡോർ പാഡിൽ നൽകിയിരിക്കുന്നു. സ്റ്റിയറിംഗിൻ്റെ വലതുഭാഗത്തായ ഒരു സ്റ്റോറേജ് സ്പേസ്, 12 വോൾട്ടിൻ്റെ 2 ചാർജിംഗ് പോയിൻറ്റുകളും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസുകൾ, 2 കപ്പ് വെക്കാവുന്ന കപ്പ് ഹോൾഡർ എന്നിവയും കൊടുത്തിട്ടുണ്ട്. USB പോർട്ട് ഈ ഭാഗത്തായി കൊടുത്തിരിക്കുന്നു. 2 സൺഷെയ്ഡുകളിലും മിററുകൾ നൽകിയിട്ടുണ്ട്. സ്റ്റിയറിംഗിൽ ബ്ലൂടൂത്ത് ഓഡിയോ കൺട്രോളുകൾ കൊടുത്തിരിക്കുന്നു. വലിയ കൂൾഡ് ഗ്ലൗ ബോക്സ് ആണുള്ളത്. പിൻഭാഗത്തെ വിശാലമായ ഡോറുകൾ തുറന്നാൽ 3 പേർക്ക് സുഖമായി ഇരിക്കാവുന്ന വലിയ സീറ്റാണുള്ളത്. നല്ല ടങ് സപ്പോർട്ടും തൈ സപ്പോർട്ടുമുള്ള സീറ്റുകളാണുള്ളത്. 2 കപ്പ് ഹോൾഡറോട് കൂടിയ ഹാൻഡ് റെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ഡ്രൈവ് മോഡുകളുണ്ട്. സിറ്റിയും എക്കോയുമാണ് അതുള്ളത്. അത് നിസ്സാരമായി നമുക്ക് ഈ സ്വിച്ചിലൂടെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. പാസഞ്ചർ സീറ്റിനടുത്ത് വസ്തുക്കൾ മറിഞ്ഞു പോകാതെ തൂക്കിയിടാവുന്ന ഇതുപോലൊരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. റിമോട്ട് രീതിയിൽ കീ ഉപയോഗിച്ചും സാധാരണ താക്കോൽ ഉപയോഗിച്ചും അകത്തുനിന്ന് ഇലക്ട്രോണിക്കലായി സ്വിച്ച് ഞെക്കിയും നമുക്ക് 3 വിധത്തിൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നല്ല ബൂട്ട് സ്പേസും ഇതിന് ലഭ്യമാണ്. 6 വർഷത്തിന് ശേഷം AC വെൻറ്റിൻ്റെ ഈ കൺട്രോളിൻ്റെ ഇത് വിട്ടുപോയിട്ടുണ്ട്. അതുപോലെ ബൂട്ടിൻ്റെ ഈ ഹൈഡ്രോളിക് സിസ്റ്റവും കേടായി മാറ്റിവെച്ചതാണ്. മറ്റ് പറയത്തക്ക യാതൊരു ബുദ്ധിമുട്ടും ഈ വണ്ടി ഉണ്ടാക്കിയിട്ടില്ല. 6 വർഷത്തോളമായപ്പോൾ ഇതിൻ്റെ ലൈൻ ഗാർഡിന് ഒരു ഒച്ച ഉണ്ടായി. അത് മാറ്റിവെച്ചില്ലെങ്കിലും കുഴപ്പമുള്ളതല്ലായിരുന്നു. പക്ഷേ അത് മാറ്റിവെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഈ വണ്ടിയുടെ ഉപയോഗത്തിൽ ഞാൻ വളരെ സംതൃപ്തനാണ്.